തൃശൂരിൽ വിവാഹ വാഗ്ദാനം നൽകി യുവതികളെ പീഡിപ്പിച്ച സംഭവത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അറസ്റ്റിൽ. തൃശൂർ താന്യം സ്വദേശി യദു ഗിരീഷാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ 3 യുവതികളാണ് പരാതി നൽകിയിരിക്കുന്നത്. യുവതികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിക്കുകയും ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തുവെന്നുമാണ് പരാതിയിൽ പറയുന്നത്. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സാരംഗ്, ഇത് എന്ത് തരം ഇൻഫ്ലുവൻസർ ആണ് യദു കൃഷ്ണൻ? എത്ര പെൺകുട്ടികളെ പറ്റിച്ചു? എത്ര പേരുടെ നഗ്നചിത്രം പകർത്തി? പോലീസ് എന്താണ് പറയുന്നത്? ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ വീഡിയോകൾ ചിത്രീകരിച്ച് അത്തരത്തിലൊരു ഇൻഫ്ലുവൻസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും ഇയാളെ ഇന്നലെയാണ് ഈ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായും 3 യുവതികളുടെ പരാതിയെ തുടർന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ പെൺകുട്ടികളെ, അതായത് മീഡിയയിലൂടെ പരിചയപ്പെട്ട് മെസ്സേജ് അയച്ചുകൊണ്ട് പെൺകുട്ടികളുമായി ഒരു സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് പിന്നീട് അവരെ പലയിടങ്ങളിലേക്കും വിളിപ്പിച്ച് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇയാൾ മൊത്തം ഏതാണ്ട് 15 പെൺകുട്ടികൾക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നത്. ഇയാൾക്കെതിരെ കൂടുതലായിട്ടുള്ള തെളിവുകളും പരാതികളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോക്സോ കേസ് ഉൾപ്പെടെ ഇയാൾക്കെതിരെ ഉണ്ട് എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടികളെ ഇത്തരത്തിൽ, അല്ലെങ്കിൽ യുവതികളെ ഇത്തരത്തിൽ സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് പല ഭാഗങ്ങളിലും എത്തിച്ചുകൊണ്ടാണ് പീഡനം നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി യുവതികളിൽ നിന്ന് ഇയാൾ പണം തട്ടിയിട്ടുണ്ട് എന്നുള്ള പരാതി കൂടി ജില്ലയിൽ നിന്ന് നിരവധി പെൺകുട്ടികൾ. ഇപ്പോൾ നിലവിൽ 3 പേർ മാത്രമാണ് പരാതി നൽകിയിട്ടുള്ളത്. 15 പേരെ പീഡിപ്പിച്ച വിവരങ്ങൾ വരുന്നു. ഈ പുതിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പെൺകുട്ടികൾ പരാതി നൽകാനുള്ള സാധ്യതയുമുണ്ട്. പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിലാണ് ഇപ്പോൾ പോകുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പോലീസും ഇക്കാര്യത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ പെൺകുട്ടികൾ ധൈര്യപൂർവ്വം പരാതിയുമായി മുന്നോട്ട് വരണം എന്നാണ് പോലീസും ഇക്കാര്യത്തിൽ വിവരം നൽകിയിട്ടുള്ളത്. പ്രധാനമായും 15ലധികം പെൺകുട്ടികൾക്കെതിരെ ഇയാൾ ഇത്തരത്തിൽ ദുരുപയോഗം നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ധൈര്യപൂർവ്വം തന്നെ പോലീസിൽ പരാതി നൽകാനാണ് അറിയിച്ചത്. ജില്ലയ്ക്ക് പുറത്ത് ഒരുപക്ഷെ ഇയാൾ ഇത്തരത്തിൽ പീഡനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അത്. 15ലധികം പെൺകുട്ടികൾക്കെതിരെ ഈ പെൺകുട്ടികളെ ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പോക്സോ കേസ് ശരി, സാരംഗാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.